ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സച്ചരിതരായ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, രണ്ട് കാര്യങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ വേഗത കാണിക്കണേ, രണ്ട് വിഷയത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അൽ അജ്ലതു മിനശ് ശൈത്താൻ, വേഗത കാണിക്കൽ, വെപ്രാളം കാണിക്കൽ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായ വേഗത കാണിക്കാൻ പാടില്ല, അത് ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. എന്തെല്ലാം മര്യാദകളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ രീതിയിലുള്ള മര്യാദകളാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ, അതെല്ലാം പാലിച്ചു വേണം ഭക്ഷണം കഴിക്കാൻ. അമിതമായി വേഗതയിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് വണ്ടി ഓടിക്കുമ്പോൾ അമിതമായ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നത് കാണാൻ പറ്റും, അത് ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷേ രണ്ട് വിഷയത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണേ, രണ്ട് വിഷയത്തിൽ നിങ്ങൾ ആവേശം കാണിക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് നബിയേ? ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂലേ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അജ്ലു ബിസ്സലാത്തി ഖബ്ലൽ ഫൗതി. ഒന്നാമത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളുടെ നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ആ നിസ്കാരത്തെ നിങ്ങൾ പെട്ടെന്നാക്കണേ, ആ നിസ്കാരത്തെ നിങ്ങൾ വേഗതയിലാക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ആ നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ആ നിസ്കാരത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകണേ, മുത്തുനബിയാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്നാമത് നിങ്ങൾ ആവേശം കാണിക്കേണ്ടത് അജ്ലു ബിസ്സലാത്തി ഖബ്ലൽ ഫൗതി, നിങ്ങളുടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ്, നിങ്ങളുടെ നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ആ നിസ്കാരത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണേ. രണ്ടാമത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, വഅജ്ലു ബിത്തൗബത്തി ഖബ്ലൽ മൗതി. നിന്റെ മുമ്പിലേക്ക് മരണം വരുന്നതിന് മുമ്പ്, നിന്റെ മുമ്പിലേക്ക് തീപാറുന്ന കണ്ണുകളുമായിട്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കണേ സ്വഹാബാ. ചെറുപ്പക്കാരാ, എപ്പോഴാണ് ചെറുപ്പക്കാരാ നിന്റെ മുമ്പിലേക്ക് അസ്റായീൽ വരുന്നത്, നിന്റെ മുമ്പിലേക്ക് മരണം വരുന്നത്? പറയാൻ നമുക്ക് പറ്റൂല അല്ലാ, പറയാൻ നമുക്ക് പറ്റൂല പെങ്ങളെ. അതിനു മുമ്പ് തൗബ ചെയ്യണ്ടേ, അതിനു മുമ്പ് തൗബ ചെയ്യണ്ടേ, ചെയ്തു പോയ തെറ്റുകൾ പടച്ചവനോട് ഏറ്റു പറയണ്ടേ. അല്ലാഹുവേ, പൊരുത്തപ്പെട്ടതാ അല്ലാ, നിന്റെ കണ്ടുകൊണ്ട് നീ എന്തൊക്കെ തെറ്റുകളാണടാ ചെയ്തു പോയത്, നിന്റെ കാതുകൊണ്ട് എന്തൊക്കെ തെറ്റുകളാണ് കേട്ടുപോയത്, നിന്റെ നാവ് കൊണ്ട് എന്തൊക്കെ തെറ്റുകളാണ് സംസാരിച്ചു പോയത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, സിനാഹുമാ ഐനാനി അൻയദുറൂ, നിന്റെ
രണ്ട് കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് അത് നോട്ടമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നിന്റെ കാതിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് അത് വ്യഭിചാരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നിന്റെ നാവിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് അത് സംസാരിക്കലാണ്, അത് ഹറാം സംസാരിക്കലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എന്തൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുകളുടെ കണക്ക് എത്രയാണ്. ആ തെറ്റുകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പടച്ചവനോട് പറയണ്ടേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബേ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ വിചാരണ നടത്തുമായിരുന്നു എന്നാണ്. എല്ലാ ദിവസവും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്റെ ശരീരത്തെ വിചാരണ നടത്തുമായിരുന്നു എന്നാണ്. ചാട്ടവാറ് കൊണ്ട് ഉമറിന്റെ ശരീരത്തെ സ്വന്തമായി അടിച്ചിട്ട് പറയുമായിരുന്നു, അല്ലയോ ഉമറിന്റെ ശരീരമേ, ഉമറിന്റെ ശരീരമേ, നീ തെറ്റ് ചെയ്തവനാണ്, നീ തെറ്റ് ചെയ്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ചാട്ടവാറ് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ശരീരത്തടിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വന്തം ശരീരത്തെ വിചാരണ നടത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് അല്ലാഹ്, ആരാണ് ചെറുപ്പക്കാരാ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്ന് ഷഹാദത്ത് കലിമ പറയുന്നതിന് മുമ്പുള്ള ഉമറുണ്ടല്ലോ, ഉഖാല് ചന്തയിലെ വില്ലനായ വീരനായ വിജകേശുവായ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം എങ്ങനായിരുന്നു? ഉസ്താദേ, എനിക്ക് മാറാൻ കഴിയില്ല, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഞാൻ കള്ളു കുടിച്ചവനാണ്, ഞാൻ ലഹരി ഉപയോഗിച്ചവനാണ്, എനിക്കിനി മാറാൻ പറ്റൂല. എന്തുകൊണ്ട് ചെറുപ്പക്കാരാ നിനക്ക് മാറാൻ കഴിയാത്തത്? ആരാ നിനക്ക് മാറാൻ കഴിയാത്തത്? മാറണമല്ലോ. വലിയ മോശത്തരത്തിന്റെ വഴിയിലൂടെ നടന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറിയില്ലേ? റസൂലുള്ളാഹിയുടെ തല വെട്ടാൻ നടന്നവനല്ലേ? 100 ഒട്ടകത്തിന് പകരം അല്ലാഹുവിന്റെ ഹബീബിന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ തല വെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉറയിൽ കിടന്ന വാളൂരി എടുത്തിട്ട് വാളിന് മൂർച്ച കിട്ടിക്കൊണ്ടിരുന്ന ഉമറാണ്. ആ ഉമർ മാറിയില്ലേ? ആ ഉമറിന്റെ മനസ്സിന് അല്ലാഹു സന്തോഷം കൊടുത്തില്ലേ? ആ ഉമറിന്റെ മനസ്സിൽ അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ലേ? ആ ഉമർ എന്ന് കിടക്കുന്നത് എവിടെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എവിടെയാണ്? റസൂലുള്ളാഹിയുടെ റൗളാ ശരീഫിന്റെ മുമ്പിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സലാം പറയുന്നത് അസ്സലാമു അലൈക്കും യാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സലാം പറഞ്ഞതിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സലാം പറയുന്നത് ആർക്കാണ്? നമ്മൾ സലാം പറയുന്നത് ആർക്കാണ്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനല്ലേ സലാം പറയുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ മാറ്റം തരണേ അല്ലാ, ജീവിതത്തിൽ മാറ്റം തരണേ അല്ലാ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിനെ മാറ്റിയ പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിൽ നീ മാറ്റം തരണേ അല്ലാ, ഞങ്ങളുടെ മനസ്സിൽ മാറ്റം തരണേ അല്ലാ, ഹിദായത്ത് തരണേ അല്ലാ, ഹിദായത്ത് തരണേ അല്ലാ. അതുകൊണ്ട് മറക്കണ്ട ചെറുപ്പക്കാരാ, വഅജ്ലു ബിത്തൗബത്തി ഖബ്ലൽ മൗതി. അസ്രായിൽ വരുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നതിനെ നിങ്ങൾ പെട്ടെന്നാക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.